അങ്ങേക്ക് കിട്ടിയ വകുപ്പുകൾ എല്ലാവരുടെയും വകുപ്പുകളിൽ വ്യക്തതയൊന്നും ആയിട്ടില്ല. അങ്ങ് സാംസ്കാരിക വകുപ്പ്, ടൂറിസം വകുപ്പ് ഇതൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? ഇത് തന്നെയാണല്ലോ, ഉറപ്പിച്ചല്ലോ ആ വകുപ്പുകൾ. അല്ല, ഇല്ല, ഔദ്യോഗികമായി വകുപ്പുകളെ സംബന്ധിച്ചിട്ട് ഒരു തീരുമാനം മുഖ്യമന്ത്രി ഇതുവരെ അറിയിച്ചിട്ടില്ല. അദ്ദേഹം അറിയിക്കുമ്പോൾ മാത്രമാണ് അത് ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുക എന്ന് മാത്രമാണുള്ളത്. അധികം വൈകാതെ തന്നെ ഒഫീഷ്യലായി അദ്ദേഹം തന്നെ നിങ്ങളെ അറിയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കും പറയാൻ കഴിയുള്ളൂ. ഇന്ന് തന്നെ അറിയാമല്ലോ അല്ലേ? ഇന്ന് തന്നെ അറിയാൻ പറ്റും. ഞാനാണെങ്കിൽ ശ്രീ വിശ്വനാഥ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ചില ചോദ്യങ്ങൾ അങ്ങയോടെ തയ്യാറാക്കിയിരുന്നു. അതപ്പോ ഇപ്പൊ ചോദിക്കരുത് അല്ലേ? അത് ഔദ്യോഗികമായി വരുന്നതിന് ശേഷം ചോദിക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ശരി, അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഭംഗി അങ്ങ് എങ്ങനെ വിശദീകരിക്കും? ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ അവിടേക്ക് ഒഴുകിയെത്തിയ ആളുകൾ, അപ്പോൾ ജനങ്ങൾക്ക് നിങ്ങളിലുള്ള പ്രതീക്ഷ, മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കൽ, അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആദ്യ ദിവസം എങ്ങനെയാണ് എല്ലാ ആഴ്ചയും മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇങ്ങനെ വാർത്താ സമ്മേളനത്തോടെ വിശദീകരിക്കുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുമെന്നൊക്കെ കരുതാം അല്ലേ? അങ്ങനെ കരുതാം. നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്കും അറിയാം, അദ്ദേഹത്തെ നിങ്ങൾ കാണുന്നതാണ്. അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നയാളല്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത സ്മൃതി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടേക്ക് ഒഴുകിയെത്തിയ ലക്ഷങ്ങൾ നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. ആ സൂചന എന്താണ്? ആ സൂചന എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം എത്രമാത്രം ജനങ്ങളെ ഈ സർക്കാർ അകറ്റി നിർത്തി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച ഒരു രാവണൻ കോട്ടയായി സെക്രട്ടേറിയറ്റിനെ മാറ്റി. അവിടേക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ജനം ഇപ്പോൾ ഒഴുകിയെത്തിയത്. ഇപ്പം ഞാൻ റിപ്പോർട്ടർ TV-യുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ വെന്യൂവിൽ മസ്കറ്റ് ഹോട്ടലിലാണ് ഇരിക്കുന്നത്. ഇവിടെ മുഴുവൻ ആളുകളാണ്. നിങ്ങളിതിന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോവുക, അവിടെയും നിറയെ ആളുകളാണ്. രാത്രി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുക, അവിടെയും നിറയെ ആളുകളാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പ്രതീതിയാണ്. അവരെ കാണാൻ, അവരെ കേൾക്കാൻ ഭരണകൂടം തയ്യാറാകുന്നു എന്നുള്ളത്, ആക്സസിബിലിറ്റി എന്നുള്ളത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിലെ രണ്ടാമത്തെ കാര്യം, സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഗ്യാരണ്ടികൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ സമരപന്തലിൽ പോയി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ മേൽ ഞങ്ങളുടേതായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു.